ശ്രദ്ധിക്കുമോ? ഇനി എല്ലാവരും ഉസ്താദിനെ ശ്രദ്ധിക്കുക. ഉസ്താദിനെ പഠിക്കേണ്ടത് ദർബും ദാല അല്ലേ? ദർബും പറഞ്ഞാല് എന്താ അല്ലേ? പിന്നെ വൈകുന്നേരത്തിലൊരു കുട്ടി ഗേറ്റിന്റെ ഫോട്ടോ അയക്കാൻ പറയുമ്പോൾ പൊട്ടിക്കേണ്ട ഗേറ്റ്. അപ്പൊ എല്ലാരും ഗേറ്റിന്റെ ഫോട്ടോ തന്നെ അയക്കണം. ഓക്കെ മക്കളോ? ഓക്കെ. നോട്ട് ദ ബോയ്, നോട്ട് ദ ബോർഡ്. കുറച്ച് ഇംഗ്ലീഷ് എല്ലാം പഠിപ്പിച്ചല്ല കേട്ടോ. ഇനി ഉസ്താദ് മക്കളെല്ലാം ഈ രാവിലെ വന്നപാട് ഇത്ര നേരം നിങ്ങളെ പാട്ടെല്ലാം പാടിപ്പിച്ച നിങ്ങൾ ഉറക്കെല്ലാം ഞാൻ ഒപ്പിച്ചില്ലേ? ഇന്ന് ഉസ്താദ് ഉറക്ക് വരുന്നത് നിങ്ങൾ ഉസ്താദിനെ ഉറക്ക് ഒപ്പിച്ചിരുന്നു. എങ്ങനെ ഉസ്താദ് നിങ്ങൾ നോക്കണം? മനസ്സിലായില്ലേ? ഓക്കെ. ഉസ്താദ് ഇപ്പൊ ഇവിടെ എഴുതാൻ പോകുന്നു. എന്താണ്? എന്താണ്? അതാ പറഞ്ഞു ഉസ്താദ് എഴുതുന്ന ശരിക്കും ശ്രദ്ധിക്കുക. ഉസ്താദ് എഴുതുന്നേ ശരിക്കും എന്താക്കണോ? ശ്രദ്ധിക്കുക. ഉസ്താദ് പോയി എത്ര ചെറിയ വലുതിന് തുടങ്ങിയിട്ട് നിങ്ങളടുത്ത് ഈ പുസ്തകത്ത് അതിനോണ്ടാ പറയുന്നത് ശ്രദ്ധിച്ച് ബോർഡ് നോക്കിക്കോളി. നോക്കുന്നുണ്ടാ? നോക്കുന്നുണ്ടാ? വലുതായി, ചെറുതായി, ഇനം ചെറുതായി, ഇനം ചെറുതായി. ഇനി നിങ്ങൾ എഴുതുന്നിടത്ത് എത്തുക. നിങ്ങളുടെ എഴുതുന്ന ഇങ്ങനല്ലേ? അല്ലേ? ഇങ്ങനല്ലേ നിങ്ങൾ എഴുതുന്നത്? പുസ്തകം വലിയ ബോർഡ്, വലിയ ചോക്ലേറ്റ്. നിങ്ങൾ പെൻസിലിന്റെ തുതി വരുമ്പോ നിങ്ങൾ ഇങ്ങനെ ആരും താലയിക്കുമ്പോ ശ്രദ്ധിക്കണം. താലയിക്കുമ്പോ ആളിങ്ങനെ ഇതാണ് ഇതെന്താ? സി. ഈ സീനെ നമുക്ക് തിരിക്കാം. സീനെ തിരിച്ചു. എന്തായി? സീനെ തിരിച്ചപ്പോ എന്തായി? ദാലായ. ശരിക്കും ഒന്നും കൂടി ഉസ്താദ് പറയുന്നത് ശ്രദ്ധിച്ചോളി. ഉസ്താദ് ഒന്നും കൂടി പറയാം. സി. ഇതിനെ നമുക്ക് എന്താക്കാം? തിരിക്കാം. ഇനി എല്ലാവർക്കും ഞാൻ ഫത്തഹ് ഇട്ടു. അപ്പൊ എന്തായി? ഇനി എല്ലാവർക്കും കസ്ർ ഇട്ടു. എല്ലാവർക്കും നമ്മൂട്ടു. അല്ലേ? മനസ്സിലായി? ഇതെന്താ പറയാ? സത്യത്തിൽ നിങ്ങളെല്ലാവരും ചെയ്യട്ടെ. അതാ മക്കൾ ഉസ്താദ് പറയുന്നത് പോലെ ബോർഡ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പിന്നെ നാളെ മറക്കൂല. ഇപ്പൊ നാളെ ഞാൻ വന്നിട്ട് ഞാനിങ്ങനെ മക്കളെ ദാൽ കണ്ടോളി, നിങ്ങൾ എന്ത് പറയൂ? ഉസ്താദ് സി ആണ്. ഇത് തെറ്റ് ഉസ്താദ് എഴുതിയത്. പുസ്തകങ്ങൾ എഴുതി തെറ്റാണ്. അപ്പൊ എഴുതേണ്ട എങ്ങനെയെന്ന് ചോദിച്ചാല് ഞാൻ ഉദാഹരണത്തിന് പിന്നെ നമ്മളെ സിദ്ധാന്തെ വിളിക്കാം. ഇതിന്റെ പേരെന്താ? റൈൽ അല്ല, മറ്റേ റിഫാദ്.
അപ്പൊ റിഫാദിനെ ഞാൻ പറയൂ ദാലെയ്ത്. അപ്പൊ റിഫാദ് ഉസ്താദിനെ കാണിച്ചെടുത്തേ ഇവിടെ ദാലെയ്ത്. ഓ കേട്ടാ ബോർഡാകുമ്പോൾ എങ്ങനെ ഇനി ഞാൻ പൊന്നുമക്കൾ ഒരാളെ വിളിക്കും. ആരെ വിളിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ ഇബാനെ വിളിക്കും. ഇബാന്റെ പേര് പുതിയ പുതിയ മക്കളല്ലേ, പേര് പഠിക്കാൻ കുറച്ച് സമയം നോളജ് ഇവളും കണ്ട ഇതെന്താണ് ദാനം. ഇങ്ങനെ ഇത്ര വേണ്ട കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ ഇത്രയും വേണ്ടതാ, ഇത്രയും വേണ്ട. മനസ്സിലായില്ലേ? എല്ലാവർക്കും ചാൻസ് തരാപ്പാ, എല്ലാവർക്കും ഉണ്ട്.